ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ത്യ ബസാറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ചക്ക നമ്മളിവിടെ കട്ട് ചെയ്യുകയാണ്. കണ്ടിട്ട് നല്ല അടിപൊളി ചക്കയായിട്ടുണ്ട്. അത് എനിക്ക് അവിടുന്ന് കടയിൽ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല ചക്കയാണ്. നല്ല മൂത്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് നാട്ടിലിഷ്ടം പോലെ പ്ലാവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചക്ക കാണുമ്പോൾ അറിയാം. മൂത്തൊക്കെ കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഞാനത് കണ്ടത് എനിക്ക് മനസ്സിലായി നല്ല ചക്കയാണ്. നമ്മളിവിടെ കൊണ്ടുവന്നു. നമ്മളിതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി ഇതിൻ്റെ അരക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് തൂത്തുകളയാണ്. അതൊക്കെ നമ്മളൊരു പേപ്പർ ടവൽ വെച്ച് തുടച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് അതിനെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ഞാനതിൻ്റെ ചകിണിയും കുരുക്കളും എല്ലാം മാറ്റി റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അയ്യോ, ഞാൻ കഴിച്ച് നോക്കി, നല്ല സൂപ്പർ ചക്കപ്പഴം. പറയാതിരിക്കാനൊക്കത്തില്ല. നമ്മുടെ നാട്ടിലെ പ്ലാവേ നിട്ട് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റുള്ള നമ്മുടെ സൂപ്പർ ചക്കപ്പഴം. അല്ല, നമ്മൾ സാധാരണ നമ്മൾ ഓർക്കും വാടിയ ചക്കയാണോ എന്നൊക്കെ. പക്ഷേങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഓർക്കുന്നത് ഇനി ഒരെണ്ണം കൂടെ പോയി അത് തീരുന്നതിന് മുമ്പ് വാങ്ങിക്കണമെന്ന്. അത്രയ്ക്ക് നല്ല അടിപൊളി മധുരവും നല്ല അടിപൊളി ചക്ക. പിന്നെ ആക്രാന്തം കൊണ്ട് നമ്മൾ തിന്നുകയാണ്. ഇപ്പം കഴിക്കാനുള്ള റൈറ്റ് പരുവത്തിൽ അത് ഇരിക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ ആ ഒരു കോർണർ മാത്രമേ എടുത്തുള്ളൂ. നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോർണർ, അങ്ങനത്തെ ഒരു കോർണർ മാത്രം എടുത്തു. ഒരു കൊച്ചു പാർട്ട് മാത്രം എടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആക്രാന്തം കൊണ്ട് കുറേ ചക്കപ്പഴമൊക്കെ തിന്നതിന് ശേഷം ഞാൻ 2-3 ദിവസം കൊണ്ട് ഓർക്കാം മീൻകറി ഉണ്ടാക്കണമെന്നേ. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ പാംഫ്ലെറ്റാണ് കിട്ടിയിരിക്കുന്നത്. പാംഫ്ലെറ്റ് നമ്മുടെ നാട്ടിലെ ആഹോലി ഫിഷ്. അത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് അവർ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി തന്ന ഫിഷാണേ. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി റെഡിയാക്കി ഉപ്പും ലെമൺ ജ്യൂസൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഞാൻ വേണ്ട അതിനെ റെഡിയാക്കിയാണ്. റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി. ഞാനൊരു കോട്ടയംകാരി ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെക്കുന്ന കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി തന്നെയാണ്. അപ്പോൾ തന്നെ ഞാനിവിടെ കടുകും എണ്ണ ചൂടാക്കി കടുക് നമ്മുടെ ഉലുവ കറി ലീഫൊക്കെ ഇട്ടു. എല്ലാം ഒന്ന് പൊട്ടി റെഡിയായപ്പോഴത്തേന് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള ചില്ലി പൗഡർ കുറച്ച്, ആദ്യം ജിഞ്ചർ ഗാർലിക് ഒന്ന് വഴറ്റി, പിന്നെ എരിവുള്ള പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്കും എരിവുള്ള മുളക് പൊടിയും കാശ്മീരിയും കൂടെ ഒന്ന് ഞാൻ അരച്ചെടുത്തേ. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതെല്ലാം കൂടെ തന്നെ ആഡ് ചെയ്തു. പിന്നെ നമ്മളിവിടെ കഴുകി റെഡിയാക്കി വെച്ചത് കുടംപുളിയും ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ആഡ് ചെയ്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനാണ് ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ഫിഷ് ആഡ് ചെയ്തു. എന്നിട്ട് വേണ്ട 2-3 തിളച്ചാൽ മതി. നമ്മുടെ ഫിഷ് കറി റെഡിയാണ്. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എണ്ണയൊക്കെ സൈഡിലേക്ക് ആയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്.